പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ചാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നും എനിക്ക് പ്രചോദനമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതം എൻ്റെ ജീവിതകഥ ചരിത്രത്തിലൂടെ എന്ന ഗ്രന്ഥം ഞാൻ ഒരിക്കൽ കൂടി വായിക്കാനിടയായി. ശ്രീ PJJ ആൻ്റണി സാറാണ് ഇത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയിരിക്കുന്നത്. വളരെ മനോഹരമായ തർജ്ജമയാണ്. ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ പരിഭാഷ അതിമനോഹരമാണ് എന്ന് മാത്രമല്ല, ഒരു തപസ്സിൻ്റെ കൂടി ഫലമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. സുന്ദരമായ ഭാഷയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിത കഥയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് ലോക ചരിത്രം കൂടിയാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ ഉൾപേജിൽ ആദ്യത്തെ ഫോളിയോയിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വന്തം ജീവിതകഥ ആദ്യമായി പറയുന്നു. മാനവികതയുടെ മേൽ കഴിഞ്ഞ 80ഓളം വർഷങ്ങളിലായി മുദ്ര പതിപ്പിച്ച് കടന്നുപോയ സംഭവങ്ങളെ പുനരവലോകനം ചെയ്തുകൊണ്ട് ധീരമായ ആശയങ്ങളെന്ന് പലരാലും വിശേഷിപ്പിക്കപ്പെടുകയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പാപ്പാസ്ഥാനത്തെ പരുവപ്പെടുത്തുകയും ചെയ്ത വിഷയങ്ങളുടെ ഉത്ഭവ പരിണാമങ്ങളെക്കുറിച്ച് അദ്ദേഹം നേരിട്ട് സംസാരിക്കുന്നു. ദാരിദ്ര്യത്തിനും പരിസ്ഥിതി നശീകരണത്തിനും എതിരെ രാഷ്ട്രത്തലവന്മാരോട് നേരിട്ട് നടത്തിയ അഭ്യർത്ഥനകളും ജനതകൾക്കിടയിലെ സംവാദങ്ങൾ, ആയുധ പന്തയം, അസമത്വങ്ങൾക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങിയവയിൽ മാറി ചിന്തിക്കാനുള്ള ആഹ്വാനവും വിശദമായി ഇതിലുണ്ട്. ഇതിൻ്റെ അവസാനത്തെ കവർ പേജിൽ ഇങ്ങനെ കൂടി കാണാം: ജീവിതമാകുന്ന അമൂല്യ ഗ്രന്ഥത്തിൻ്റെ താളുകൾ മറിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ കൊണ്ടുപോകുന്നത് ആനന്ദവും വേദനയും രൂപപ്പെടുത്തിയ വൈകാരിക വഴികളിലൂടെയാണ്. സമകാലത്തെ തികവോടെ ഉൾക്കൊള്ളാൻ സഹായകമായി പോയ കാലത്തേക്കുള്ള ഒരു ജാലകം. ഈ ഗ്രന്ഥം മനോഹരമാണ്, സുന്ദരമാണ്. വായിക്കണം. വായിച്ച് നിശ്ചയമായും നമുക്ക് നമ്മുടെ ജീവിതത്തെ പുതിയ പാതയിലൂടെ നയിക്കാൻ പാകത്തിൽ നമ്മൾക്കും വെളിച്ചത്തിലൂടെ സഞ്ചരിക്കാം.